നമുക്ക് വേതാളം പറഞ്ഞ അടുത്ത കഥ കേൾക്കാം. കഥയുടെ പേര് പാപം ആർക്ക്. ഒരു ബ്രാഹ്മണൻ ദീർഘയാത്ര ചെയ്ത് ഒരു അഗ്രഹാരത്തിലെത്തി. അവിടെ അയാൾക്ക് ഭക്ഷണവും വിശ്രമവും കിട്ടി. അവിടെ നിന്ന് ഒരു പൊതിച്ചോറും വാങ്ങി അയാൾ യാത്ര തുടർന്നു. നടന്ന് ഒരു ആൽമരത്തിൻ്റെ ചുവട്ടിലെത്തിയ സഞ്ചാരി അവിടെ അല്പസമയം വിശ്രമിക്കാൻ ഉറച്ചു. ചമ്രം പിടഞ്ഞിരുന്ന് കയ്യിൽ കരുതിയ പൊതിച്ചോറ് തുറന്ന് അയാൾ ഭക്ഷണം കഴിക്കാൻ ആരംഭിച്ചു. ആ സമയം ആലിൻ്റെ മുകളിൽ ഒരു ഗരുഡൻ പറന്നു വന്നിരുന്നു. അതിൻ്റെ കൊക്കിൽ ഒരു കാളസർപ്പവും ഉണ്ടായിരുന്നു. താമസിയാതെ ഗരുഡൻ സർപ്പത്തെ കൊത്തിത്തിന്നുവാൻ തുടങ്ങി. സർപ്പത്തിൻ്റെ ഉഗ്രവിഷം താഴെ ഭക്ഷിച്ചുകൊണ്ടിരുന്ന ബ്രാഹ്മണൻ്റെ പൊതിച്ചോറിൽ വീണു. ഈ വിവരമറിയാതെ ചോറ് മുഴുവനും ഭക്ഷിച്ച ബ്രാഹ്മണൻ അവിടെ വീണു മരിച്ചു. ബ്രാഹ്മണൻ്റെ മരണത്തിൻ്റെ ഉത്തരവാദി ആരാണ്? അയാളെ കൊന്നതിൻ്റെ പാപം ആർക്കാണ്? വേതാളം ചോദിച്ചു. പൊതിച്ചോർ തയ്യാറാക്കി കൊടുത്തവരാരും പാപം ചെയ്തിട്ടില്ല. താൻ കഴിച്ച ഭക്ഷണത്തിൽ വിഷം കലർന്ന കാര്യം ബ്രാഹ്മണനും അറിഞ്ഞില്ല. താഴെ ഒരാൾ ഇരുന്ന് ഭക്ഷിക്കുന്നതോ സർപ്പവിഷം അയാളുടെ ഭക്ഷണത്തിൽ വീണതോ ഗരുഡനും അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതേപ്പറ്റി പറഞ്ഞു നടക്കുന്നവർക്കാണ് പാപം. വിക്രമാദിത്യൻ്റെ മറുപടി കേട്ടതോടെ വേതാളം വീണ്ടും മുരിക്കുമരത്തിലേക്ക് മടങ്ങി. വേതാളത്തിൻ്റെ നിരവധി കഥകളും ചോദ്യങ്ങളും ഇനിയുമുണ്ട്. അടുത്ത കഥയുമായി ഉടനെ എത്താം.